10 വർഷത്തിന്റെ കഠിന പരിശോധന, പട്ടിണി, നിന്ന, പരിഹാസം, ഒറ്റപ്പെടൽ, തിരസ്കരണം. പലവട്ടം ഈ പുസ്തകം താത്തു വെച്ചിട്ട് അവളോട് പറഞ്ഞു, നീ നിന്റെ ജോലിക്ക് പോക്കോ, ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാന്നൊക്കെ പറഞ്ഞ ദിനങ്ങളുണ്ട്. പക്ഷെ ആ 10 വർഷത്തെ കരച്ചിലാ ഇന്ന് നിങ്ങളുടെ പാസ്റ്ററാക്കി എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നേ. ചിലതിന് ദൈവം മൗനം കാണിക്കും കേട്ടോ. എന്റെ മുമ്പിൽ എന്റെ പിതാവ് മൗനത കാണിച്ച 10 വർഷമാ. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്റെ കുഞ്ഞ് ICUവില് ഹാർട്ട് റീഓപ്പൺ ചെയ്ത് ഒരു പല്ലു പോണക്കൊരു സാധനം ഹാർട്ടിനകത്ത് ഘടിപ്പിച്ച് തുറന്നു വെച്ച് 10-13 ദിവസം ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് പൊതിഞ്ഞ് ഹാർട്ടിനെ മൂടി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ICUവിനകത്ത് കിടക്കുമ്പോൾ ആറന്മുളയില് AG ചർച്ചിൽ ഞാൻ നിന്ന് പ്രസംഗിച്ചു, യേശു ജീവിക്കുന്നവനെന്ന്. ലൈവിലാ പറയുന്നത്, അവര് കേൾക്കുന്നുണ്ടാവും, കള്ളമല്ല, ലൈവിലാ പറയുന്നത്. എന്റെ കൊച്ച് ഹാർട്ട് ഓപ്പൺ ആക്കി പല്ലു പോണക്കിരിക്കുന്ന ഒരു സ്റ്റീലിന്റെ ഒരു സാധനം എടുത്തിട്ട് ഈ ഹാർട്ട് ഇങ്ങനെ അടയാതിരിക്കാൻ തുറന്നു വെച്ച് 13 ദിവസം കിടക്കുമ്പോ എല്ലാ ദിവസവും രാവിലെ റൗണ്ട്സിന്റെ ഡോക്ടർ വരുമ്പോ 7 മണിക്ക് എന്നെ മാത്രം കയറി കാണിക്കില്ല, ലിജിയെ കാണിക്കില്ല, കാണാൻ കണ്ടു കഴിഞ്ഞാൽ താഴെ വീഴും. ചെന്ന് കഴിഞ്ഞ് ആ ടിഷ്യൂ പേപ്പർ വലിച്ചിങ്ങോട്ട് കീറിയെടുക്കും. എന്താ കീറുന്നറിയാമോ? രക്തവും വെള്ളവും കൂടെ ഒട്ടിയിരിക്കുന്നതിനെ വലിച്ചു നീക്കി കാണുമ്പോ ഈ ഹാർട്ടിനകത്തെ പമ്പിങ്ങും പഞ്ചിങ്ങും കണ്ട ഒരു അപ്പന ഞാൻ. ഇത് കണ്ടിട്ട് ബൈബിളും എടുത്തുകൊണ്ട് ആശുപത്രിയുടെ ഫ്രണ്ടിലുള്ള ആ ലോഡ്ജിനകത്ത് കുളിച്ച് ഒരുങ്ങി വണ്ടി കയറി ആമേ പ്രസംഗിക്കാൻ പോയെന്ന്. ഇന്ന് രാവിലെ ആത്മാവ് ഞാൻ പറയാ, ചില വിഷയങ്ങൾക്ക് മൗനത കാണിക്കുമ്പോ ആ പ്രസംഗിച്ചപ്പോൾ ആ ചർച്ചിനകത്ത് ആമേ അവിടെ അപ്പുറത്ത് മീറ്റിംഗിൽ പോയപ്പോ ആ വിശ്വാസിയുടെ വീടിനകത്ത് ദൈവം ദൂത് പറഞ്ഞിട്ട് 1 സെക്കൻഡ് പോലും എന്നോട് ദൈവം മിണ്ടിയില്ല. 1-2 ദിവസമല്ല, 10 വർഷം മിണ്ടിയില്ല എൻ്റെ അപ്പ. എന്റെ ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നിന്ദകൾ കടന്നു വന്നപ്പോ ഞാൻ സ്നേഹിച്ചവർ എനിക്കിട്ട് പണി തന്നപ്പോ എന്റെ അപ്പ എന്നോട് മിണ്ടിയില്ല. പക്ഷേ പുത്രനെ ഉയർപ്പിന്റെ ദിവസത്തിൽ എന്നും കല്ലറയ്ക്കകത്ത് ഒതുക്കാൻ പറ്റില്ല എന്ന് വചനത്തിൽ പറയുന്നത് പോലെ ഒരു ദിവസം എന്റെ അപ്പ എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു. നഷ്ടപ്പെട്ടു പോയ തലമുറ തിരിച്ചു തന്നു, നഷ്ടപ്പെട്ടു പോയ സ്വസ്ഥത തിരിച്ചു തന്നു, നഷ്ടപ്പെട്ടു പോയ സമാധാനം തിരിച്ചു തന്നു. പിന്നെ എങ്ങനെ ഞാൻ പട്ടിണി ഇരിക്കാതിരിക്കും? എങ്ങനെ ഉപവസിക്കാതിരിക്കും? എന്റെ അപ്പായ എനിക്ക് അത്ര ഇഷ്ടമാ. പുത്രന്റെ മുമ്പിൽ അപ്പ മൗനമായി. ഒറ്റപ്പെടൽ. ഇന്ന് പകൽ 100 കണക്കിന് ജനത്തോട് ഞാൻ വിരൽ ചൂണ്ടി ആത്മാവി പറയുകയാ, ഒരൊറ്റപ്പെടൽ അനുഭവിക്കുന്നെങ്കിൽ നിന്നെ ശവപ്പെട്ടിക്കകത്ത് വെക്കാനല്ല, മറ്റൊരു ദിവസം നിന്നെ ഉയർപ്പിക്കാനാ. ഇന്ന് ഗതസമനയിൽ പിതാവ് മൗനമായെങ്കിൽ അരിമത്യക്കാരൻ ജോസഫിന്റെ കല്ലറയിൽ എൻ്റെ അപ്പൻ മൗനമാകുകയില്ല. അരിമത്യക്കാരൻ യോസഫിന്റെ കല്ലറയിൽ എൻ്റെ അപ്പൻ മൗനമാകില്ല. അവിടെ ആരുമില്ല. പത്രോസ് കൂടെയില്ല, യാക്കോബ് കൂടെയില്ല, യോഹന്നാൻ കൂടെയില്ല, മറിയ കൂടെയില്ല. പക്ഷെ സ്വർഗം ഇറങ്ങിയിട്ട്, ദൂതനെ ഇറക്കിയിട്ട് യേശുവിനെ ഇന്ന് പകൽ ആരുമില്ലാതെ വരുന്ന സമയമുണ്ട്. ആരുമില്ലാതെ വരുന്ന സമയം അന്ന് കർത്താവ് നിന്റെ കൂടെയുണ്ട്. നീ പ്രാർത്ഥിക്കുമ്പോൾ ആരും കാണത്തില്ല, അല്ലാത്തപ്പോൾ എല്ലാവരും കൂടെ കാണും. നീ ഒറ്റപ്പെടുമ്പോൾ ആരും കാണത്തില്ല, അല്ലാത്തപ്പോൾ എല്ലാവരും കൂടെ കാണും. നീ കരയുമ്പോൾ നിന്റെ കൂടെ ആരും കാണത്തില്ല, നീ ആ കല്ലറയ്ക്കകത്തിരിക്കുമ്പോൾ നിന്റെ കൂടെ ആരും കാണത്തില്ല, അല്ലാത്തപ്പോൾ എല്ലാവരും കൂടെ കാണും. എന്നാൽ ഇന്ന് പകൽ ആരുമില്ലെന്ന് തോന്നലിപ്പോൾ അത് നിന്നെ ഒറ്റപ്പെടുത്താനല്ല, സ്വർഗം ഇറങ്ങാനാ, നിന്നെ ഉയർപ്പിക്കാനാ. ഇന്ന് രാവിലെ 9-ാം ദിവസം ആത്മമണ്ഡലത്തിൽ ഞാൻ ദൂത് പറയാ,
ഗെത്സമനയിൽ എൻ്റെ അപ്പം മിണ്ടാതിരുന്നെങ്കിൽ, ഗെത്സമനയിൽ പിതാവാം ദൈവം മൗനം പാലിച്ചെങ്കിൽ, എങ്കിലും അങ്ങയുടെ ഗീതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പിതാവിന് കീഴ്പ്പെട്ട ക്രിസ്തുവിന് വേണ്ടി അരിമത്ഥ്യക്കാരനായ ജോസഫിന്റെ കല്ലറയിൽ ദൂതനെ ഇറക്കി. മത്തായി 28 ദൂതൻ കല്ലുരുട്ടി മാറ്റി. ആ കല്ലിന്മേലിരുന്നു. ഇന്ന് രാവിലെ നിന്റെ കല്ല് നീങ്ങാൻ പോകുകയാ. നിന്റെ കഷ്ടതയ്ക്ക് മറുപടി തരാൻ പോകുകയാ. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ പോകുകയാ. ഇന്ന് പകൽ നിന്റെ കണ്ണുനീരിന് മറുപടി തരാൻ പോകുകയാ. ഒറ്റപ്പെടലിന്റെ ഗെത്സമന നിനക്ക് വരാൻ, ദൈവത്തിന് നീ കീഴടങ്ങുക. ഒറ്റപ്പെടലിന്റെ ഗെത്സമന നിന്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാം, ദൈവത്തിന് നീ കീഴടങ്ങി. പുത്രൻ തന്റെ പിതാവിന് കീഴടങ്ങി. എങ്കിലും എന്റെ ഇഷ്ടമല്ല, എന്റെ ഗീതമല്ല, അങ്ങയുടെ ഗീതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ആ പാനപാത്രം കുടിക്കാൻ ആ ക്രൂരന്മാരായ പുരോഹിതന്മാരുടെയും പടയാളികളുടെയും പട്ടാളക്കാരുടെയും മുമ്പിൽ കൈ നീട്ടിക്കൊടുത്തു. ചങ്ങല ധരിച്ചു, പാനപാത്രം വാങ്ങി. പൊന്തിയോസ് പീലാത്തോസിന്റെ കൽത്തളങ്ങളിൽ അവൻ അടിക്കപ്പെട്ടു. രക്തം കട്ടയായി ഒലിച്ച് ആ കൽത്തളങ്ങളിൽ കിടന്നു. യേശു അപ്പ ആ പാനപാത്രം വാങ്ങി അത് നന്നായി കുടിച്ചു. പക്ഷേ ജോസഫിന്റെ കല്ലറയിൽ ആരുമില്ലാതിരുന്ന സമയത്ത് ക്രൂശിന്റെ ചുവട്ടിൽ യോഹന്നാൻ ഉണ്ടായിരുന്നു. ക്രൂശിന്റെ ചുവട്ടിൽ മറിയ ഉണ്ടായിരുന്നു. ക്രൂശിന്റെ ചുവട്ടിൽ വേണ്ടപ്പെട്ട പലരും ഉണ്ടായിരുന്നു. പക്ഷെ ആ കല്ലറയിൽ ആരുമില്ലായിരുന്നു. എന്നാൽ കല്ലറയിൽ മൗനമായ കർത്താവ് ഉണ്ടായിരുന്നു. ആരുമില്ലെന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? എനിക്കാരുമില്ല, എന്നെ അറിയേണ്ടതുപോലെ ആരും അറിയുന്നില്ല. ഇന്ന് രാവിലെ ഞാൻ ആത്മമണ്ഡലത്തിൽ ദൂതിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുകയാ. നീ ഒറ്റയ്ക്കല്ല. മനുഷ്യന്റെ ആശ്രയം അസ്തമിക്കുമ്പോഴാണ് സ്വർഗത്തിന്റെ ആശ്രയം വെളിപ്പെട്ടു വരുന്നത്. ആ ആശ്രയം നിന്നിൽ വരാൻ, ആ ബന്ധത്തിൽ നീ വരാൻ, ആ കൃപയിൽ നീ വരാൻ, ആ ശക്തിയിൽ നീ വരാനാ നീ ഒറ്റപ്പെടുന്നത്. യേശു കല്ലറയിൽ നിന്ന് പുറത്തു വന്നത് സ്വർഗം ഇറങ്ങിയപ്പോഴാ. ഇന്ന് രാവിലെ ഈ 9-ാം ദിവസം നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ദൈവം ഇറങ്ങുകയാ. പ്രാർത്ഥിക്കാം. അടുത്തത് വൈകിട്ട് നമുക്ക് ചിന്തിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, അപ്പാ, എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം. പൗലോസിനെ കുറിച്ച് ദൈവത്തിന് ഇഷ്ടമുണ്ടായിരുന്നു. എന്റെ കൃപ നിനക്ക് മതി. ശൂലം അവിടെ ഇരിക്കട്ടെ, ആ ശൂലം അവിടെ ഇരിക്കട്ടെ. എന്റെ കൃപ നിനക്ക് മതി. യെസ് ലോർഡ്, അങ്ങയുടെ കൃപ മതി. കീഴ്പ്പെടുന്നു, കീഴടങ്ങുന്നു. ഒരു ഗണ്ണിന്റെ മുമ്പിൽ 2 കൈയും ഉയർത്തി ഒരു കുറ്റവാളി കീഴടങ്ങുന്നത് പോലെ അപ്പാ, അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ കീഴടങ്ങുന്നു. പിശാചിനോട് ഞങ്ങൾ എതിർക്കും, അവൻ ഓടിപ്പോകട്ടെ. എങ്കിലും എന്റെ ഇതമല്ല, നിന്റെ ഗീതം ഞങ്ങളിൽ നിറവേറട്ടെ. ഞങ്ങളുടെ മിനിസ്ട്രിയിൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ, ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, ഞങ്ങളുടെ ജോലി കാര്യങ്ങളിൽ, വിവാഹ കാര്യങ്ങളിൽ നിന്റെ ഗീതം നിറവേറട്ടെ.